സിനിമയിൽ നായകൻ അല്ലെങ്കിൽ ആക്ടിങ്ങിലൂടെ ആയിരിക്കും ആഡിസ് പോവാന്നാണ്. പക്ഷെ എന്തുകൊണ്ടായിരുന്നു സംവിധാനത്തിലേക്ക് ആഡിസ് എത്തിയത്? അങ്ങനെ ഒരു സംവിധാനം എന്നൊക്കെ പറയാനൊന്നും ഞാൻ അത്ര വലിയ സംവിധായകനൊന്നല്ല. ഇത് ബേസിക്കലി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ കുറെ ആൾക്കാര് ഹെൽപ്പ് ചെയ്തിട്ട് പിടിക്കുന്ന ഒരു സിനിമയാണ്. അപ്പൊ ഇതില് മറ്റേ ട്യൂഷൻ ടീച്ചറൊക്കെ വെച്ചിട്ട് സിനിമ പരീക്ഷ പഠിച്ചിട്ട് പരീക്ഷ എഴുതുന്ന പോലത്തെ സംഭവമാണ്. കുറെ ടെക്നീഷ്യൻസും കുറെ ആർട്ടിസ്റ്റുകളും ഇവരെല്ലാവരും സിനിമ ചെയ്ത ആൾക്കാരാ. അവരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവണം. അതില്ലാണ്ട് ഒറ്റ ആൾക്കൊരു കോൺഫിഡൻസ് വരില്ല. അപ്പൊ അങ്ങനെയൊക്കെ സിനിമ ചെയ്ത ആൾക്കാരൊക്കെ എൻ്റെ കൂടെ ഉണ്ടാവും സിനിമയ്ക്ക്. അപ്പോൾ ആ ഒരു വിശ്വാസമുണ്ട്. പിന്നെ ഞാൻ ഭയങ്കര ഒരു ഇപ്പൊ ആരെങ്കിലും ഒരു ഐഡിയ പറഞ്ഞാൽ ഓ അത് പൊളിയാ, അപ്പോൾ ഐ ഹാവ് ടു ഹാവ് സംബഡി ടു സേ വേണ്ട അത് വേണ്ട, അത് കുറച്ച് കൂടിപ്പോവും, അത് ആ സിനിമയ്ക്ക് വേണ്ട, നമുക്കത് കുറച്ച് അങ്ങനെ. അപ്പോൾ അങ്ങനെ എനിക്ക് റെഗുലേറ്റ് ചെയ്യാൻ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ബേസിക്കലി ദിസ് ഇസ് വാട്ട് ഇറ്റ് ഇസ്. ഡയറക്റ്റഡ്, റിട്ടൺ ആൻഡ് ആക്റ്റഡ് ബൈ ആഡിസ് ആനി ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ അങ്ങനെ ഒരു പരിപാടിയാണ്. കുറേ ഫ്രണ്ട്സ് ഉണ്ട്, മൊത്തം ഫ്രണ്ട്സ് പരിപാടിയാണ്. അങ്ങനെ ആഗ്രഹം അതൊക്കെയാണ്. ലാൽജോ സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം എഴുതിയ സ്ക്രിപ്റ്റില് എനിക്ക് ലാൽജോ സാറിന് ഒരു ഭയങ്കര നല്ലൊരു വേഷം ഉണ്ടായിരുന്നു. പിന്നെ അത് ഇപ്പൊ ആ പ്രൊഡ്യൂസർ ബാക്ക് ഔട്ടായി. ആള് പറഞ്ഞു ആരോട് ചോദിച്ചിട്ടാണ് സിനിമയുടെ ഡേറ്റ് അനൗൺസ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു എന്നോട്. അപ്പൊ അങ്ങനെയൊക്കെ സീന് തന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെ ആദ്യമായിട്ട് കുറെ ചീത്തയൊക്കെ കിട്ടിയ. അപ്പോൾ പ്രൊഡ്യൂസറായിട്ട് ഒരു ചീത്ത കിട്ടി. പിന്നെ ആള് പറഞ്ഞു ആള് ഞാൻ ചെയ്യണില്ല, ഞാൻ വേറെ ചെയ്യാം മാഡിസിന്റെ അങ്ങനെ പറഞ്ഞു. അപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ഡൗൺ ആയി അന്ന്. ഓക്കെ, ഞാൻ മമ്മിത്ത, നിഖില, വിമൽ ചേച്ചി അവരെല്ലാവരോടും പോയിട്ട് ഇങ്ങനെ കഥ പറയാൻ വേണ്ടിയിട്ടുള്ളൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മമ്മിത്തക്ക് ഡേറ്റ്സ് ഉണ്ടായിരുന്നില്ല. നിഖില ചേച്ചിയോട് ഞാൻ പോയിട്ട് എൻ്റെ ഡേറ്റ്സ് ഞാൻ സിനിമ പറഞ്ഞു. ഞാനെന്താ ചേച്ചിന്ന് വിളിക്കണേ? നിഖില വിമൽ, ഞാനെന്താ ചേച്ചിന്ന് വിളിക്കണേ? നിനക്ക് വയസ്സായി, നായകൻ കഴിഞ്ഞിട്ട് 6 വർഷമായി, ഓരോ ആൾക്കാരും ചേച്ചിന്ന് വിളിക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. സോറി. അല്ല, ഞാൻ ആളെ മീറ്റ് ചെയ്തു. പിന്നെ ആ സ്ക്രിപ്റ്റ് അങ്ങനെ ഒരു ബാക്ക് ആൻഡ് ഫോർത്ത് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഐ തിങ്ക് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അത് പൊളിച്ചിട്ട് പിന്നെയും എഴുതിപ്പിച്ചു. അങ്ങനെയൊക്കെയാണ്. പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കുറെ സ്ഥലത്ത് പഠിച്ചിട്ട്, ബോംബെ, ന്യൂയോർക്കൊക്കെ പഠിച്ചിട്ട് ഞാൻ അവിടുത്തെ ഒരു ഐഡിയ ഒക്കെ വന്നിട്ട് നാട്ടിൽ വന്ന് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നിട്ട് നാട്ടിലത്തെ പരിപാടി ഒന്നും അറിയില്ല അങ്ങനെയൊന്നും. അപ്പൊ ഞാനെങ്ങാനും അങ്ങനെയൊക്കെ ചെയ്താൽ അത് എന്തായാലും വേറൊരു പരിപാടി ആയിരിക്കും. അപ്പോൾ അതിനെ ഇങ്ങനെ നാട്ടിൽ പ്ലേസ് ചെയ്യാം, അതിന് വേണ്ടിയിട്ട് കുറെ ആൾക്കാർ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അവര് ഹെൽപ്പ് ചെയ്തിട്ട് ഇപ്പോൾ വന്നിരിക്കുന്നു. സ്ക്രിപ്റ്റ് ഫൈനൽ ഡ്രാഫ്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ. ഇപ്പം നമുക്ക് സ്ക്രിപ്റ്റ് പൊളിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോഴൊക്കെ നമുക്കൊരു സ്റ്റാർട്ടിംഗ് എന്ന് പറയുമ്പോൾ ഈ സ്ക്രിപ്റ്റ് ഒന്നും കൂടി തിരുത്തണം എന്നൊക്കെ ഉള്ള ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ നമ്മൾ എന്തായാലും കുറെ ടെൻസ്ഡ് ആയിരുന്നു. ഭയങ്കര അത് തരണം ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറയട്ടെ, ഈ ആണുങ്ങള് കരയില്ല എന്നൊക്കെ പറയില്ലേ, ഇത് ഏറ്റവും ഭയങ്കര കരച്ചിൽ വരുന്ന സംഭവം ഇതൊക്കെ. കുറെ അതെന്താന്ന് പറഞ്ഞാലേ, കുറെ അങ്ങോട്ട് ഒരു സാധനത്തിന്റെ പിന്നാലെ നടന്നിട്ട് ആ സംഭവം നടക്കാണ്ടാവുമ്പോ നമ്മള് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ആ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ അത് പിന്നെ നമ്മൾ അതിനെ that's how it is. No, it's like it's always a down and then there's an up. So I guess that was how we worked on it. ഇപ്പൊ ഇച്ചിരി കുറെ ആൾക്കാരോടൊക്കെ ഞാൻ ഇങ്ങനെ പറയും ഇതാണ് പരിപാടി എന്നൊക്കെ പറയുമ്പോ ഓ പോളി എന്ന് പറയുമ്പോ ഓക്കെ, അപ്പൊ അവർക്ക് എല്ലാവർക്കും സാധനം വരുന്നുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ മമ്മി പപ്പയ്ക്കൊക്കെ വർക്കായി. കഥ മമ്മി പപ്പയ്ക്ക് വർക്കാവുമ്പോഴാണ് അപ്പൊ എന്തൊക്കെയോ ഉണ്ട്. അല്ലെങ്കിൽ സാധാരണ രീതിയിൽ അവർക്കൊന്നും അങ്ങനെ സിനിമകളൊന്നും വർക്കാവാറില്ല. എൻ്റെ പപ്പ ഭയങ്കര നോൺ വയലൻസിന്റെ ആളാണ്. എൻ്റെ പപ്പയ്ക്ക് ഭയങ്കര പേടിയാ ഈ കുത്തും വെട്ടും ചോരയും ഒക്കെ. ഇതൊന്നും ഈ മൂവിയിൽ ഇല്ലെന്നർത്ഥം. ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പപ്പയ്ക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ആള് എന്താ വെച്ചാൽ ഇപ്പൊ അല്ല, there are certain people who love that taste of cinema, but my dad, എൻ്റെ പപ്പയ്ക്ക് അതൊന്നും ഇഷ്ടമല്ല. എന്നാൽ ആ മമ്മി അങ്ങനത്തെ ഒക്കെ സംഭവം കണ്ടിട്ട് ഓ അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുമോ എന്നൊക്കെ അതിനവരായിട്ട് സംസാരിക്കാനും അതൊക്കെ ഇഷ്ടമാണ്.
അപ്പോൾ പപ്പയ്ക്ക് ഇങ്ങനെ ഈ രാത്രി പോയിട്ട് ഈ വെട്ടും കുത്തൊക്കെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് വീട്ടിൽ വന്നിട്ട് ഉറങ്ങാനൊന്നും പറ്റില്ല. പപ്പ ഇങ്ങനെ നെഞ്ചു കൈ വെച്ചിട്ട് കിടക്കുക. എൻ്റെ പപ്പ അതെ 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 പപ്പ അങ്ങനെയാണ്, കുറച്ചുകൂടി ഭയങ്കര നോൺ വയലന്റ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ എനിക്ക് അപ്പനമ്മയും എൻ്റെ അപ്പാപ്പനമ്മാമ്മയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പരിപാടി, അവർക്കൊക്കെ ഇരുന്നിട്ട് തിയേറ്ററിൽ ചിരിക്കാൻ പറ്റുന്ന ഒരു സാധനമൊക്കെ പിടിച്ചിട്ട് അങ്ങനെയൊക്കെ എൻ്റെ ആഗ്രഹം.